ക്രിക്കറ്റ് കളിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും അപകടകാരിയായ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. അതെ, ആഡം ഗിൽക്രിസ്റ്റ്. ജനനം 1971. ഗില്ലിയുടെ റെക്കോർഡുകൾ. ഏകദിന ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും അധികം പേരെ പുറത്താക്കിയ റെക്കോർഡ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പേരെ പുറത്താക്കിയ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ. ഏകദിനത്തിലും ടെസ്റ്റിലും പ്രഹരശേഷി ഏറ്റവും കൂടിയ ബാറ്റ്സ്മാനിൽ ഒരാൾ. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി. ടെസ്റ്റ് ക്രിക്കറ്റിൽ 100-ൽ കൂടുതൽ സിക്സറുകൾ അടിച്ച ഏക കളിക്കാരൻ. ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റുകളുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഉള്ള കളിക്കാരൻ. 2006 ഡിസംബറിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ 57 പന്തിൽ സെഞ്ചുറി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ 4ാമത്തെ സെഞ്ചുറിയാണ്. ഇദ്ദേഹത്തിൻ്റെ 17 ടെസ്റ്റ് സെഞ്ചുറിയും ഏകദിനത്തിലെ 16 സെഞ്ചുറിയും വിക്കറ്റ് കീപ്പറായി സംഘക്കാർക്ക് പിന്നിൽ രണ്ടാമതാണ്. തുടർച്ചയായി 3 ലോകകപ്പ് ഫൈനലുകളിൽ കുറഞ്ഞത് 50 റൺസെങ്കിലും നേടിയതിൻ്റെ അതുല്യമായ റെക്കോർഡും ആഡം ഗിൽക്രിസ്റ്റിന് സ്വന്തമാണ്. 2007 ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ നേടിയ 101 പന്തിൽ നിന്ന് 149 റൺസ് എക്കാലത്തെയും മികച്ച ലോകകപ്പ് ഇന്നിംഗ്സുകളിൽ ഒന്നാണ്. 3 ലോകകപ്പ് കിരീടങ്ങൾ നേടിയ 3 കളിക്കാരിൽ ഒരാൾ. 1996-ൽ ആദ്യ ഏകദിന മത്സരവും 1999-ൽ ആദ്യ ടെസ്റ്റ് മത്സരവും കളിച്ചു. പുറത്തായി എന്ന് സ്വയം ഉറപ്പായാൽ അമ്പയറുടെ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ തിരിച്ച് പവനിലേക്ക് മടങ്ങുന്ന എന്നത് ഗില്ലിയെ മറ്റു കളിക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി 96 ടെസ്റ്റും 270 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. 2008 മാർച്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. IPLൽ ഡെക്കാൻ ചാർജേഴ്സിന് വേണ്ടിയും കിങ്സ് 11 പഞ്ചാബിന് വേണ്ടിയും 3 വീതം സീസണുകൾ കളിച്ചു. ലീഗിൻ്റെ 2ാം സീസണിൽ ഡെക്കാൻ ചാർജേഴ്സിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത് ടീമിനെ ജേതാക്കളാക്കുകയും ഈ സീസണിലെ പ്ലെയർ ഓഫ് ദി സീരീസും ഏറ്റവും അധികം റൺസെടുത്ത 2ാമത്തെ കളിക്കാരനുമായി ആഡം ഗിൽക്രിസ്റ്റ് മാറി. ലോകത്തിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളുടെയും ഒരു കാലത്തെ ആവേശമായിരുന്നു ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറായിരുന്ന ഗില്ലി എന്ന ആഡം ഗിൽക്രിസ്റ്റ്.